വിജയകരമായ ചില ജീനിയസ് ലൈഫ് ഹാക്സ്. പിസ്ത പൊളിക്കാൻ ഒരു കിഡിലൻ ടെക്നിക്ക്. ഹെയർ സ്ട്രൈറ്റ്നറിൽ നിന്നും പോപ്കോൺ ഉണ്ടാക്കുന്ന വിദ്യ നിങ്ങൾക്കറിയുമോ? എന്തിനും ഏതിനും ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്ന ഈ ഇന്റർനെറ്റ് യുഗത്തിൽ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളെ ലളിതമാക്കാൻ സഹായിക്കുന്ന പല നുറുങ്ങുവിദ്യകളും ഇന്റർനെറ്റിൽ കാണാറുണ്ട്. ഇവയിൽ മിക്കതും ഏറെ ഉപകാരപ്രദവുമാണ്. ടിക്ടോക്കിലെ പല വൈറൽ വീഡിയോസും കണ്ട് അന്തം വിട്ട് കുന്തം മറിഞ്ഞിരിക്കുന്നവരായിരിക്കും നമ്മൾ പലരും. അങ്ങനെ ഏറെ അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ് ഇന്ന് നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത്. നോക്കൂ, കേവലം ഒരു ഹെയർ സ്ട്രൈറ്റ്നർ ഉപയോഗിച്ച് പോപ്കോൺ ഉണ്ടാക്കുന്ന ഒരു മാജിക്. ഓ മൈ ഗോഡ്, ഈ ചോളകമണി എങ്ങനെയാണ് പോപ്കോണായി മാറിയത്? എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് തന്നെ കാര്യം. ഹെയർ സ്ട്രൈറ്റ്നറിലെ ചൂട് കൂടുന്നതിനനുസരിച്ച് ചോളമണിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? യെസ്, അങ്ങനെ നമ്മളും പോപ്കോൺ ഉണ്ടാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു സിൽവർ പീസ് കൊണ്ട് ഐസ് ഉരുകുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? കേവലം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് മാത്രം തണ്ണിമത്തങ്ങ മുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പിസ്ത തോട് കളയാൻ ഈ സൂത്രം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഷൂലേസ് കൊണ്ട് കയ്യിലെ കെട്ടറക്കുന്ന ഈ വിദ്യ നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. സിപ്പ് റിപ്പയർ ഇനി സ്വയം ചെയ്യാം. ചുളിവുകളില്ലാതെ നല്ല വടിയൊത്ത തുണികൾ ഇസ്തിരിയിടാൻ ഒരു നുറുങ്ങുവിദ്യ. ഈ ബിയർ ക്യാനിനകത്തെ ബോൾ എന്തിനാണെന്നറിയാമോ? ഇതുപോലെ രസകരവും ഉപകാരപ്രദവുമായ ചില ജീനിയസ് ലൈഫ് ഹാക്സ് ആണ് ഫാക്സ് മോജോ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ആരംഭിക്കലാമാ? സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. നമ്പർ 10, ഐസ് ഉരുക്കുന്ന വെള്ളി. ഒറിജിനൽ സിൽവർ ഐസ് മെൽറ്റ് ചെയ്യിക്കുമെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? വിശ്വസിക്കാനാവുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കത്തി ഉപയോഗിച്ച് ബ്രെഡ് മുറിച്ചെടുക്കുന്ന അത്ര എളുപ്പത്തിലല്ലേ ഇവിടെ സിൽവർ ഉപയോഗിച്ച് ഐസ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി ഉറപ്പുവരുത്തണമല്ലോ. അവിശ്വസനീയമെന്ന് പറയട്ടെ, ഈ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. എത്ര ഈസിയായാണ് ഈ സിൽവർ പീസ് ഐസിന്റെ അകത്തേക്ക് തുളച്ചു കയറി ഐസ് ഉരുക്കിയത്? ഇതിന് പിന്നിലെ സയൻസ് എന്താണെന്നറിയണ്ടേ? വെള്ളിക്ക് തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. റൂം ടെമ്പറേച്ചറിനേക്കാൾ വേഗത്തിൽ സിൽവർ ടച്ച് ചെയ്യുമ്പോൾ ഐസ് ഉരുകുന്നത് അത് നമ്മുടെ ശരീരത്തിലെ താപം ഐസിലേക്ക് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതിനാലാണ് ഐസ് വേഗം ഉരുകുന്നത്. ഇതൊരു പുതിയ അറിവായിരുന്നുവെങ്കിൽ ഇവിടെ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ. നമ്പർ 9, ടൂത്ത് പിക്ക് കൊണ്ട് തണ്ണിമത്തൻ മുറിക്കാം. വിശന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു മുഴുത്ത തണ്ണിമത്തൻ കിട്ടിയെന്നിരിക്കട്ടെ. പക്ഷേ നിർഭാഗ്യവശാൽ കയ്യിൽ കത്തിയില്ല. എന്തു ചെയ്യും? വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ? ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കിഡിലൻ ട്രിക്ക് കണ്ടു നോക്കൂ. തണ്ണിമത്തന്റെ ഞെട്ടിന്റെ ഭാഗത്തായി ഒരു ടൂത്ത് പിക്ക് കുത്തുക. ശേഷം അവിടേക്ക് വിരലുപയോഗിച്ച് ഒരു തട്ട് കൊടുക്കുക. വാവ്, തണ്ണിമത്തൻ പൊളിഞ്ഞു വന്നത് കണ്ടോ? നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ? ഈ ട്രിക്ക് ഫലിക്കുമോ ഇല്ലയോ എന്നുകൂടി കമന്റ് ഇടണേ. പിസ്ത പൊളിക്കാൻ കിഡിലൻ ടെക്നിക്ക്. പിസ്ത ഇഷ്ടമല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. പക്ഷേ പിസ്ത തോട് കളഞ്ഞ് കഴിക്കുന്ന കാര്യം ആലോചിച്ചാൽ ആ ഇഷ്ടമൊന്ന് കുറയും, ശരിയല്ലേ? എന്നാൽ ഇനി ആ വിഷമം വേണ്ട. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ആഹാ, കൊള്ളാമല്ലോ. ഇത്രയും കാലം ഞാൻ പിസ്ത തോട് പൊളിക്കാൻ എന്തിനാണ് ഈ പാടൊക്കെ പെട്ടത്? പിസ്തയുടെ പൊളിഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് പിടിച്ച് ഞെക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. സംഗതി ഇത്ര എളുപ്പമായിരുന്നു. പിസ്തയുടെ തോടിന്റെ പൊളിഞ്ഞിരിക്കുന്ന ഭാഗം നന്നായി തുറന്നിരിക്കുകയാണെങ്കിൽ സംഗതി കുറെ കൂടി എളുപ്പമാണ്. പക്ഷെ തോട് കുറച്ചേ പൊളിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ചിലപ്പോൾ കടിച്ചു പൊട്ടിക്കേണ്ടി വരും. ഇതൊരു പുതിയ അറിവാണെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. നമ്പർ 8, സ്ട്രോ ഉപയോഗിച്ചൊരു രസികൻ വിദ്യ. സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കാൻ മാത്രമല്ല ഒരുപാട് ഉപകാരമുണ്ടെന്നും കാണിക്കുകയാണ് ഈ വീഡിയോയിൽ കാണുന്ന യുവതി. സ്ട്രോയുടെ ഒരറ്റം കക്ഷത്തിൽ വെച്ച് മറ്റേ അറ്റം വായിലും വെച്ച് ആഞ്ഞൊന്നൂതിയാൽ ദേ ഇതേപോലെ അധോ വായുവിന്റെ ശബ്ദമുണ്ടാകുന്നു. എന്തായാലും നല്ലൊരു ടൈം പാസ് ആണല്ലേ. മറ്റൊരു യുവതി ശബ്ദമുണ്ടാക്കിയ ശേഷം ഇക്കിളിയായതുപോലെ ഓടുന്നത് കാണാം. സംഭവം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ കാര്യം കാൽമുട്ടിനിടയിൽ സ്ട്രോ വെച്ച് നോക്കിയാലും സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സ്ട്രോ കൊണ്ട് ഇങ്ങനെയൊരു പ്രയോഗം പ്രതീക്ഷിച്ചിരുന്നോ? നമ്പർ 7, ഷൂലേസ് കൊണ്ട് കെട്ടഴിക്കാം. നിങ്ങളുടെ ഇരു കൈകളും ഒരു സിപ്പ് ടൈക്കകത്ത് കുരുങ്ങിയെന്നിരിക്കട്ടെ. രക്ഷപ്പെടാൻ എന്ത് ചെയ്യും? ഇങ്ങനെയൊരു ഘട്ടത്തിൽ ഒരു ഷൂ ലേസ് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? കേൾക്കുമ്പോൾ നെറ്റി ചുളുങ്ങുമെന്നത് ഉറപ്പാണ്. സിപ്പ് ടൈസ് പൊട്ടിക്കുക ഏറെ ശ്രമകരമായ ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഷൂ ടൈ കൊണ്ട് ഇത് മുറിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഇരു ഷൂസുകളുടെയും ലേസ് സിപ്പ് ടൈക്കകത്തിട്ട് പരസ്പരം കെട്ടിടുന്നു. ശേഷം ഇരു കാലുകളും സൈക്കിള് ചവിട്ടുന്നത് പോലെ മുന്നോട്ട് ആഞ്ഞു ചവിട്ടിക്കൊണ്ടിരിക്കുക. എന്തായാലും ഈ പുള്ളിക്ക് കാഞ്ഞ ബുദ്ധിയാണെന്ന് പറയാതെ വയ്യ. അല്ലെങ്കിൽ ആരും ചിന്തിക്കാത്ത രീതിയിലൊക്കെ ചിന്തിക്കാൻ പുള്ളിക്ക് എങ്ങനെ സാധിച്ചു? ഏറെ പോപ്പുലറായി മാറിയ ഈ ടിക്ടോക്ക് വീഡിയോ എത്രമാത്രം ശരിയാണെന്നറിയാൻ ഒരുപാട് ആളുകൾ പരീക്ഷിച്ചു നോക്കി വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോസും വൈറലായി മാറി. നമ്പർ 6, ലീക്കേജ് തടയാൻ ബലൂൺ.
പൈപ്പ് പൊട്ടി വെള്ളം പോകുമ്പോൾ ഒരുപാട് വെള്ളം നഷ്ടപ്പെടാതെ തന്നെ ലീക്ക് നിർത്താനുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ടയർ ട്യൂബിന്റെ വാൽവ് ഒരെണ്ണം സംഘടിപ്പിച്ച് ഒരു ബലൂണും കൂടിയായാൽ സംഗതി ഈസിയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു എയർ പമ്പുമായി കണക്ട് ചെയ്ത് ബലൂണും ട്യൂബ് വാൽവും പൊട്ടിയ പൈപ്പിന് അകത്തേക്ക് കയറ്റി ബലൂണിൽ എയർ നിറയ്ക്കുമ്പോൾ വെള്ളം പുറത്തു വരാതെ തടയുന്നു. അതിനുശേഷം പുതിയ അഡാപ്റ്റർ ഫിറ്റ് ചെയ്ത് ചോർച്ച നിർത്തിയ ശേഷം ഒരു നീഡിൽ ഉപയോഗിച്ച് ഉള്ളിലെ ബലൂൺ ഒന്ന് കുത്തിയാൽ അത് പുറത്തേക്ക് വന്നോളും. അബദ്ധവശാൽ വീട്ടിൽ ഇതുപോലെ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകിയാൽ ഇതൊന്ന് പരീക്ഷിക്കാം. ബാറ്ററി കണക്ട് ചെയ്യാൻ പേപ്പർ ക്ലിപ്പ്. വല്ലഭന് പുല്ലുമായതുമെന്ന് പറയും പോലെ സർക്യൂട്ടിൽ ബാറ്ററികളെ പരസ്പരം കണക്ട് ചെയ്യുന്നതിന് പേപ്പർ ക്ലിപ്പ് തന്നെ ധാരാളം. അറേഞ്ച് ചെയ്തു വെച്ച ബാറ്ററികളെ പേപ്പർ ക്ലിപ്പും ടേപ്പും ഉപയോഗിച്ച് ഇതുപോലെ ഈസിയായി കണക്ട് ചെയ്യാം. കൊള്ളാമല്ലോ ഐഡിയ. നമ്പർ 5, സിപ്പ് ഊരിപ്പോയാൽ. നമ്മളെല്ലാം മിക്കപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് ബാഗിന്റെയും ഡ്രസ്സിന്റെയും എല്ലാം സിപ്പ് ഊരിപ്പോകുന്ന അവസ്ഥ. ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും. എന്നാൽ ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ല. സിപ്പ് ഊരിപ്പോയാൽ ശരിയാക്കാനുള്ള ഒരു കിടിലൻ ട്രിക്ക് കണ്ടോളൂ. സിപ്പ് ഊരിപ്പോയാൽ സിപ്പിൽ ഒരു ചെറിയ വെട്ടിടുക, അതിലൂടെ റണ്ണർ കയറ്റുക, സംഗതി റെഡി. കൗതുകകരമായ കൂടുതൽ അറിവുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്പർ 4, അയണിംഗ്. ഇനി എന്തെളുപ്പം. ചുളിവൊന്നുമില്ലാതെ നല്ല വടിവൊത്ത ഇസ്തിരി ഇടാൻ നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഒരുപാട് ശ്രദ്ധയും അതുപോലെ തന്നെ ക്ഷമയും വേണ്ട ഒരു പരിപാടിയാണിത്. ഇനി മുതൽ അയണിംഗ് വളരെ എളുപ്പമാക്കുന്ന ഒരു കിടിലൻ ട്രിക്ക് കണ്ടാലോ? ആദ്യം അയൺ ചെയ്യുന്ന ടേബിൾ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യുക. അതിനു മുകളിൽ ഒരു തുണി വിരിച്ചിടുക. ഇതിനു മുകളിൽ വെച്ച് നിങ്ങളുടെ തുണികൾ അയൺ ചെയ്തു നോക്കൂ. തുണിയുടെ ഇരുവശങ്ങളും ഒരേ സമയം ചുളിവ് മാറുന്നത് കാണാം. പെട്ടെന്ന് ചൂട് പിടിക്കുന്ന അലുമിനിയത്തിന്റെ സവിശേഷ ഗുണമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയണേ. ചെരുപ്പിനുള്ളിലെ ഫോൺ. വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ ഒരു കിടിലൻ ടെക്നിക്ക് പരിചയപ്പെട്ടാലോ? വാവ്! റബ്ബർ ചെരുപ്പിന്റെ സോള് കട്ട് ചെയ്ത് ഫോൺ ഒളിപ്പിക്കുന്ന ഈ ഐഡിയ എപ്പടി? കൊള്ളാമോ? നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്പർ 3, സ്ട്രെയിറ്റ്നറും പുത്തൻ നോട്ടും. നമ്മുടെ വാലറ്റ് പരിശോധിച്ചാൽ മിക്ക കറൻസി നോട്ടുകളും ചുക്കി ചുളിഞ്ഞിരിക്കുന്നത് കാണാം. എങ്ങനെയാണ് ഈ നോട്ടുകളെ നല്ല ഫ്രഷ് നോട്ടുകളാക്കി മാറ്റുക? ഡോണ്ട് വറി, അതിനും ഒരു ഉഗ്രൻ സൊല്യൂഷൻ കണ്ടെത്തിക്കഴിഞ്ഞു. ഹെയർ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് നോട്ടുകളിലെ ചുളിവ് അപ്രത്യക്ഷമാക്കാം. ചുളിവ് മാറി നല്ല പുത്തൻ പുതിയ നോട്ടായി മാറുന്നത് കണ്ടോ? ഒരുപാട് ആളുകൾ കൈമാറി വരുന്ന നോട്ടുകളിൽ ധാരാളം അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ അണുക്കൾ നശിച്ചു പോകുമല്ലോ. പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇത് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നന്നായി ശ്രദ്ധിച്ച് ചെയ്യണേ. ഇല്ലെങ്കിൽ ഫ്രഷ് നോട്ടിന് പകരം കരിഞ്ഞ നോട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ചുമരിലെ ക്രയോൺ ചിത്രങ്ങൾ. നമ്മുടെ വീട്ടിലെ കുട്ടികളെല്ലാം തങ്ങളുടെ കലാവാസന പുറത്തെടുക്കുന്നത് ചുമരിലായിരിക്കും. വിശാലമായ ഈ ക്യാൻവാസിൽ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ച് അലങ്കോലമാക്കുന്നത് പിള്ളേർക്കൊരു ഹരമാണ്. പക്ഷേ ചുമരിലെ ക്രയോൺ ചിത്രങ്ങൾ മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്നാണോ നിങ്ങൾ കരുതിയത്? എങ്കിലിതാ ചുമരിലെ ക്രയോൺ പാടുകൾ മായ്ക്കാൻ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ക്രയോൺസ് നിർമ്മിച്ചിരിക്കുന്നത് പാരഫിൻ വാക്സുകളും കളറുകളും ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഈസിയായി ക്രയോൺസ് മായ്ച്ചു കളയാം. ഹെയർ ഡ്രയറിൽ നിന്ന് വരുന്ന ചൂട് കാറ്റ് ചുമരിലെ ക്രയോണിനെ ഉരുക്കിക്കളയും. അങ്ങനെ അത് ലിക്വിഡ് സോപ്പിൽ മുക്കിയ തുണി ഉപയോഗിച്ച് മായ്ച്ചു കളയുകയും ചെയ്യാം. നമ്പർ 2, വാട്ടർ ഗൺ. ബോറടിച്ചിരിക്കുമ്പോൾ കയ്യിലൊരു വാട്ടർ ബോട്ടിൽ കിട്ടിയാൽ ചുമ്മാ അത് പിടിച്ചു കറക്കിക്കൊണ്ടിരിക്കാതെ ഇതുപോലെ അല്പം ക്രിയേറ്റീവായി ഒന്ന് ചിന്തിക്കുന്നേ. വാട്ടർ ബോട്ടിലിനകത്ത് ഒരു തുളയിട്ട് അതിനകത്തൊരു സ്പ്രേയറിന്റെ പൈപ്പ് കയറ്റിയ ശേഷം സ്പ്രേയറിന്റെ നോസിൽ വാട്ടർ ബോട്ടിലിൽ പശ ഉപയോഗിച്ച് ഇതുപോലെ കണക്ട് ചെയ്യുക. വാട്ടർ ഗൺ റെഡി. വാട്ട് ആൻ ഐഡിയ. നമ്പർ 1, ബിയർ ക്യാനിനകത്തെ ബോൾ. വെസ്റ്റേൺ കൺട്രീസിൽ പോപ്പുലറായ ബിയർ ബ്രാൻഡാണ് ഗിന്നസ്. ഈ ക്യാനിൽ കുലുങ്ങുന്നത് എന്താണെന്നറിയാൻ പുള്ളി ഒന്ന് തുറന്നു നോക്കിയതാ. ഇതാ കിടക്കുന്നു ബിയർ ക്യാനിനകത്ത് ഒരു സർപ്രൈസ്. അതെ, കുഞ്ഞു ബോൾ. എന്നാലും എന്തിനായിരിക്കും ഇങ്ങനെ ഒരു ബോൾ ഇതിൽ ഇട്ടിരിക്കുന്നത്? മിക്ക ബിയറുകളിലും നുരയുന്നതിനായി കാർബൺ ഡയോക്സൈഡാണ് ചേർക്കുന്നത്. എന്നാൽ ഗിന്നസ് നൈട്രജനാണ് ഉപയോഗിക്കുന്നത്. ഗിന്നസ് കമ്പനി ഈ ബോളിനെ വിജറ്റ് എന്നാണ് വിളിക്കുന്നത്. ഒരു ചെറിയ ദ്വാരമുള്ള ഒരു പൊള്ളയായ പ്ലാസ്റ്റിക് ബോളാണ് വിജറ്റ്. ഇതൊരു ചെറിയ പിങ് പോങ് ബോൾ പോലെ ഇരിക്കും കാഴ്ചയിൽ. ക്യാനിംഗ് പ്രക്രിയയിൽ ബ്രൂവിലേക്ക് പ്രഷറൈസ്ഡ് നൈട്രജൻ ചേർക്കുന്നു. ഇതൽപ്പം ബിയറിനൊപ്പം ബോളിലെ ചെറിയ ദ്വാരത്തിലേക്ക് ഒഴുകുന്നു. അപ്പോൾ മുഴുവൻ ക്യാനിലും പ്രഷർ ഉണ്ടാകുന്നു. ക്യാൻ തുറക്കുമ്പോൾ റൂം പ്രഷറിനൊപ്പം ക്യാനിനുള്ളിലെ പ്രഷർ കുറയുന്നു. എന്നാൽ വിജറ്റിനുള്ളിലെ മർദ്ദം ചുറ്റുമുള്ള ബിയറിന്റെ മർദ്ദത്തേക്കാൾ വളരെ കൂടുതലായതിനാൽ വിജറ്റിനുള്ളിൽ നിന്നും നൈട്രോജനേറ്റഡ് ബിയർ ക്യാനിലെ ബിയറിലേക്ക് ഒഴുകുന്നു. അങ്ങനെ ബോട്ടിലിന് മുകളിൽ നുരഞ്ഞു പതയുന്ന ഫ്രഷ് ബിയർ പുറത്തേക്ക് വരുന്നു.
ഇന്ന് കണ്ടതിൽ നിങ്ങൾക്കേറെ യൂസ്ഫുള്ളായി തോന്നിയ ട്രിക്ക് ഏതാണെന്നും നിങ്ങൾക്കറിയാവുന്ന മറ്റ് ട്രിക്സ് ഏതാണെന്നും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. കൂടാതെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുവാനും മറക്കല്ലേ. അവരും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. See you soon.